ഗ്രഹനില കാണുമ്പോഴേ അറിയാൻ വരാവുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ. അത് പിന്നെ അതിന് നമ്മൾ ഏതൊക്കെ ദശാകാലത്താണ് വരാൻ സാധ്യത, ഏതൊക്കെ ദശയിൽ ഏതൊക്കെ അപഹാരങ്ങളിലാണ് വരാൻ സാധ്യത, ഇങ്ങനെയും കണക്കാക്കാനൊക്കെ ഏതൊക്കെ കാലയളവിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അതിലും കൂടെ അടുത്തൊരു പടിയാണ് മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുക. മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കാനൊക്കെ. വിമ്മിഷ്ടം, ഈ ശ്വാസതടസ്സം, ഇതൊക്കെ വളരെ എളുപ്പം അറിയാം. പിന്നെ ചർമ്മരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത, അത് ആദിത്യനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചേറെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഹൃദ്രോഗ, ആറാം ഭാവം കൊണ്ടും 6ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളെ കൊണ്ടും. 6ൽ ആദിത്യനൊക്കെ നിന്നാൽ വയറ്റിന് അസുഖമാണ്, ആദിത്യനും കേതുവും ഒക്കെ. 6ൽ ആദിത്യൻ, കേതു, രാഹു. ആദിത്യൻ 6ൽ രാഹു നിന്നാൽ പ്രശ്നമാണ്. ഉദരവ്യാധിയിലൊക്കെ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും ആഹാരം പിടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ അർശസ് വരിക, പൈൽസ്, ഇങ്ങനെയൊക്കെ കാണാം. അതല്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. അത് ഗ്രഹനിലയുടെ പ്രത്യേകതകൾ കൊണ്ട്. ഇനി ഗ്രഹനിലയും കൂടി കുഴപ്പമാണ് എങ്കിൽ, ഇപ്പോൾ 6ൽ ആദിത്യം നിൽക്കുന്നു, വൃശ്ചികം ലഗ്നമാണ്, വൃശ്ചിക കൂറും കൂടി വന്നു, ഒക്കെ പ്രശ്നമാണ്. ഒന്നുകൂടി പ്രശ്നമാണ്. അപ്പോൾ 6ൽ ആദിത്യന് ഒത്തിരി ഗുണവുമാണ്, ഒത്തിരി ദോഷവുമാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.